അവിടെ എനിക്ക് തോന്നുന്നു ജെറിയുടെ സ്മാരകത്തിൽ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് വെങ്ങാനൂരിലേക്ക് പോകാം. വീണ അവിടെ നിന്നും ചേരുന്നുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ ഇപ്പോൾ പുഷ്പാർച്ചന നടക്കുകയാണ്. തത്സമയത്തിലേക്ക് MS വീണ അവിടെ നിന്നും ചേരുകയാണ്. വീണ, ജെറി പ്രേംരാജ് ഉൾപ്പെടെ 527 ധീര സൈനികരുടെ ആത്മബലത്തിലാണ് ഭാരതം കാർഗിലിൻ്റെ മലമുകളിൽ ത്രിവർണ്ണ പതാക പാറിപ്പറപ്പിച്ചത്. ഇന്ന് ജൂലൈ മാസം 26 എന്ന് പറയുമ്പോൾ 27 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ മഹത്തരമായ ദേശം നേടിയ ഐതിഹാസികമായ ആ യുദ്ധത്തിൻ്റെ ഓർമ്മയിലാണ് നാം എല്ലാവരും. ജെറി കാർഗിൽ മലമുകളിൽ ഭാരതത്തിന് വേണ്ടി ധീരയോദ്ധാവായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇപ്പോൾ നടക്കുന്ന ചടങ്ങിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പറയൂ വീണ. നമസ്തേ രാഖി. ഗൗതം, കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വെങ്ങാനൂർ സ്വദേശി ക്യാപ്റ്റൻ റെജി പ്രേംരാജിന്റെ സ്മൃതി മണ്ഡപത്തിലാണ് വെങ്ങാനൂരിലെ തന്നെയും ഒപ്പം തന്നെ അനന്തപുരി സോൾജിയേഴ്സ് പുഷ്പചക്രം അർപ്പിച്ചുകൊണ്ട് ആദരം അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ VPS മലങ്കര HSS വെങ്ങാനൂരിലെ NCC അധ്യാപകനും NCC വിദ്യാർത്ഥികളും ഇവിടെ എത്തി ആ ധീര യോദ്ധാവിന് പുഷ്പങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ കാർഗിൽ യുദ്ധത്തിന് വീരമൃത്യു വരിച്ച നാടിന് അഭിമാനമായ ജെറിയെ ഓർത്ത ഈ സൈനിക ലോകത്തിനൊപ്പം തന്നെ സൈനിക മേഖലയ്ക്കുമൊപ്പം തന്നെ ഈ വരുന്ന തലമുറയ്ക്കുമൊക്കെ മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ദിവസം അദ്ദേഹത്തിന് ആദരം അർപ്പിക്കുന്നതിനൊപ്പം തന്നെ പുഷ്പചക്രം അർപ്പിക്കുന്നതിനുമാണ് അദ്ദേഹത്തിന്റെ വസതിയോട് ചേർന്നുള്ള ഈ ഒരു സ്മൃതി മണ്ഡപത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ നിരവധി പേര് എത്തിക്കൊണ്ടിരുന്നത്. ഇന്നും ആ ഒരു നിരവധി പേര് തന്നെയാണ് ഇങ്ങോട്ടേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ NCC വിദ്യാർത്ഥികളും ഒപ്പം തന്നെ അനന്തപുരി സോൾജിയേഴ്സുമാണ് ഇവിടെ എത്തി പുഷ്പചക്രം അർപ്പിച്ചിരിക്കുന്നത്. നമ്മോടൊപ്പം അനന്തപുരി സോൾജിയേഴ്സ് ചേരുകയാണ്. നാടിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ധീര ജവാൻ, അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ് നാടെന്നും വരുന്ന തലമുറയ്ക്ക് കൂടി മാതൃകയാക്കാൻ കഴിയുന്ന ഒരു ധീര യോദ്ധാവ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് ഈ ഒരു ദിവസം? ഇന്നത്തെ ദിവസം ഒരു പട്ടാളത്തുകാരൻ എന്ന നിലയിൽ അഭിമാനമാണ്. എന്നിരുന്നാലും നമുക്ക് ഏറെ വിഷമകരമായ ഒരു കാര്യമാണ്. കാരണം ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് സാറിനെ പോലെ അനവധി പട്ടാളത്തുകാർ വീരമൃത്യു വരിക്കുകയും ഇന്നും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള അനവധി ജവാന്മാർ ഇന്നും ഹോസ്പിറ്റലൈസ്ഡാണ്. അപ്പോൾ അവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോഴും ആ തീരാവേദന മാറിയിട്ടില്ല. 27 വർഷമായിട്ടുണ്ട്. എന്നിരുന്നാലും ജവാന്മാർ അതിൽ സന്തോഷിക്കുന്നു, നാട്ടുകാരും സന്തോഷിക്കുന്നു ആണ് പറയാനുള്ളത്. വരുന്ന തലമുറയ്ക്ക് കൂടി മാതൃകയാക്കാന്നുള്ളതാണ്. ഭാരതത്തിന് വേണ്ടി, ഭാരതത്തിന്റെ വിജയത്തിന് വേണ്ടി ആ ഒരു ദിവസം മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതെ, വരുന്ന തലമുറയ്ക്ക് നമ്മൾ 2-3 പ്രാവശ്യം തന്നെ കേരള ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചിട്ടുള്ളതാണ്. പാഠാവലികളിൽ ഈ മുൻകാലങ്ങളിൽ നടന്ന യുദ്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ചാപ്റ്ററെങ്കിലും വേണം. കാരണം പുതുതലമുറയ്ക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. കുറച്ച് NCCയിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ പോലീസ് കേഡറ്റുകളായിട്ടുള്ള സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ കാർഗിൽ വിജയ ദിവസം ആയാലും അതിനു മുമ്പ് നടന്നിട്ടുള്ള അനവധി യുദ്ധങ്ങളായാലും അറിയാമെന്നുള്ളത്. അപ്പോൾ അത് ഒരു പാഠാവലിയിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഗവൺമെൻറ്റിനോട്. തീർച്ചയായും ഗൗതം, വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഈ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ പാഠാവലികളിൽ, കേരള പാഠാവലികളിലടക്കം ധീര ജവാന്മാർ കേരളത്തിൽ നിന്ന് ഈ ഒരു കാർഗിൽ യുദ്ധത്തിലടക്കം പങ്കെടുത്ത് രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ ഇത്തരത്തിലുള്ള ധീര യോദ്ധാക്കളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ അത് അടുത്ത തലമുറയ്ക്ക് കൂടി അത് പകർന്നു നൽകണമെന്നുള്ള കാര്യം തന്നെയാണ് അവർ പറയുന്നത്. സർക്കാരിനോട് പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടി പറയുകയാണ്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ഇവിടെ എത്തുന്നുമുണ്ട്. NCC വിദ്യാർത്ഥിനിയാണ്. എങ്ങനെയാണ് ഈ ഒരു നിമിഷം അദ്ദേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് കേട്ടിട്ടുള്ളത്? ഞാൻ ആ സാറാണെങ്കിൽ കാർഗിൽ വാർ ജയിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞു. അപ്പോൾ NCC എന്ന ഇതിൽ എനിക്ക് 2 വർഷമേ ഉള്ളൂ. ആ 2 വർഷത്തിനുള്ളിൽ ഞാൻ NCC ഇല്ലായിരുന്നെങ്കിൽ വരൂലായിരുന്നല്ലോ. അപ്പോൾ NCCയിലുള്ളതുകൊണ്ട് ഇങ്ങോട്ട് വന്നതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു. തീർച്ചയായും അവരുടെ അധ്യാപകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. വരുന്ന തലമുറയ്ക്ക് ഇതുപോലുള്ള ധീര യോദ്ധാക്കന്മാരെ കുറിച്ചിട്ടുള്ള അറിവുകൾ പരിമിതമാണെന്നാണ് സൈനിക ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അങ്ങനെയാണ് ജെറി പ്രേംരാജ് സാറ്
VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം അദ്ദേഹം NCCയിലും ഉണ്ടായിരുന്നു. ടു കേരള ബറ്റാലിയൻ NCCയുടെ കീഴിൽ NCCയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ദിനം നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു ദിനമാണ്, അഭിമാനമുള്ള ദിനവും. പക്ഷേ നമ്മുടെ വെങ്ങാനൂരിന് ജെറി പ്രേംരാജ് സാറ് നഷ്ടപ്പെട്ടതിൽ അത് ഓർക്കുമ്പോൾ നമുക്ക് വളരെയധികം വേദനയുണ്ട്. നമ്മൾ വിദ്യാർത്ഥികളിൽ മാക്സിമം അത് എത്തിക്കാറുണ്ട്. അവരും അതിൽ വിഷമമുണ്ടെങ്കിലും അവർക്ക് അഭിമാനമാണ് ഈ ദിവസം. കാര്യം അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യാഗം കൊടുത്ത വ്യക്തിയാണ്. അപ്പോൾ ആ ദിനം എല്ലാ വർഷവും അവർ ഓർക്കുക തന്നെ ചെയ്യും. നമ്മുടെ നാടിനും നമുക്ക് ഇന്ത്യക്ക് തന്നെ അതൊരു തീരാ നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം. ജയ് ഹിന്ദ്. തീർച്ചയായും ഇത്തരത്തിലുള്ള കാർഗിൽ പോലുള്ള യുദ്ധവിജയങ്ങൾ അത് വരുന്ന തലമുറയ്ക്ക് നൽകുന്ന ദേശസ്നേഹത്തിന്റെയും ഒപ്പം തന്നെ വെങ്ങാനൂർ VPS മലങ്കര HSSലെ NCC വിദ്യാർത്ഥികളും ക്യാപ്റ്റൻ ജെറി പ്രേംരാജിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു എന്നുള്ളതാണ്. ആ കുട്ടികൾക്കൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അത് അച്ഛനമ്മമാർ പറഞ്ഞു കേട്ടുള്ള അറിവാണ് അല്ലേ, അധ്യാപകർ പകർന്നു നൽകിയ അറിവാണ്. എന്തായാലും ഇത് നമ്മുടെ ചരിത്രം കൂടിയാണ് എന്നുള്ളതാണ്. വീണയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഒപ്പം ആ സൈനികൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കാർഗിലിന്റെ ഐതിഹാസികമായ ചരിത്രം പാഠപുസ്തകങ്ങളിലേക്ക്, കാരണം കേരളത്തിലെ കുഞ്ഞുങ്ങൾ കാര്യമായി അതിനെപ്പറ്റി പഠിക്കുന്നില്ല, അപ്പോൾ അക്കാര്യം കൂടി ഉൾപ്പെടുത്തണം എന്നാണ് അവിടെ എത്തിയിട്ടുള്ള സൈനികർക്ക് ജനം TV യോട് പറയുന്ന സമയത്ത് അവർ ആ വികാരം പങ്കുവച്ചു.